ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ ദേവികുളം റോഡിൽ വീണ്ടും മണ്ണിടിച്ചിൽ. വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചു. ഇന്നലെ ഇവിടേക്ക് മണ്ണിടിഞ്ഞ് ലോറി കൊക്കയിലേക്ക് പതിച്ച് ഒരാൾ മരിച്ചിരുന്നു. ഇടുക്കിയിലും പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ ദേവികുളം റോഡിലാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിച്ചു. ഇന്നലെ ഇവിടെ മണ്ണിടിഞ്ഞ് ലോറി കൊക്കയിലേക്ക് പതിച്ച് ഒരാൾ മരിച്ചിരുന്നു. ഗണേശൻ എന്ന ആളാണ് മരിച്ചത്. മേഖലയിൽ വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുകയാണ്. ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. വലിയ പാറക്കല്ലുകൾ അടക്കമുള്ളവയാണ് റോഡിലേക്ക് പതിക്കുന്നത്. സമീപത്തെ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ഈ മണ്ണിടിച്ചിൽ സാധ്യത മൂലം റോഡുകൾ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചെയ്യുന്നുണ്ട്. ബിനീഷ്, മണ്ണിടിച്ചിൽ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നു. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. അതിര ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് പറയാം. ഏതായാലും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദേശീയപാതയിലേക്കാണ് ഇന്നലെ മണ്ണിടിച്ച് വീണത്. രാത്രി മണ്ണിടിച്ച് വീണ് ഒരാൾ ലോറിക്കുള്ളിൽ ചെയ്തു, ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രക്ഷപ്പെട്ട ആൾ ഇപ്പോൾ തേനിയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നും പുലർച്ചെയും ഇവിടെ വ്യാപകമായി മണ്ണിടിച്ചു. വലിയ പാറക്കല്ലുകളടക്കമാണ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ നിൽക്കുന്നതിന്റെ താഴെ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ സമീപത്തും താഴെ ഈ മണ്ണിടിഞ്ഞ് എത്തി എന്ന് വേണം പറയാൻ. ഏതായാലും നമ്മുടെ ഒപ്പം തന്നെ ഫയർഫോഴ്സ് അധികൃതരുണ്ട്. ഇന്നലെ രാത്രിയും വലിയ പാടുപെട്ടാണ് ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെ അവർ വലിയ പാടുപെട്ടു ശ്രമം നടത്തിയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു? നമ്മൾ വരുന്ന സമയത്ത് റോഡ് മൊത്തം ഇങ്ങനെ മണ്ണ് നിറഞ്ഞിട്ട് ഇത്രയും മണ്ണില്ല, താഴ്ന്ന ഒരു മണ്ണായിരുന്നു. പക്ഷെ നല്ല ശക്തിയായ വെള്ളം ഒഴുക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആള് വണ്ടി താഴെ പോയിട്ടുണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ നമ്മൾ താഴെ സെർച്ച് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു 407 വണ്ടി താഴെ കിടപ്പുണ്ട്. അതിന് ഒരു 10 മീറ്റർ മുകളിലായിട്ട് ഈ ഒരാള് പാറയിൽ തലയടിച്ച് വീണ് കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അയാളെ എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വീണ്ടും ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളൊരു ഇതിന്റെ പുറത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടതനുസരിച്ച് നമ്മൾ അവിടെ മുഴുവൻ സെർച്ച് ചെയ്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആളുണ്ടായിരുന്നെന്നും അയാൾ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നുവെന്നും അയാളാണ് ഇങ്ങനെ അപകടം നടന്ന വിവരം അറിയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നും ഇത്തരത്തിൽ ഈ ഒരു മണ്ണിടിയിൽ ആളുകൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ആളുകൾ പ്രകടിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പരിശോധന ഉണ്ടാവും? ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. കാരണം നമുക്കറിയില്ലല്ലോ ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ദൃക്സാക്ഷികൾ ആരും ഇല്ല ഈ വീഴുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പൊ ഇന്ന് പോയി മണ്ണ് മാറ്റുന്ന സമയത്ത് നമ്മളത് പരിശോധിക്കുന്നതാണ്, മാറ്റി പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവർ പറയുന്ന പോലെ ആളുകൾ വലിയ സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഏതൊക്കെ വാഹനങ്ങൾ ആ സമയത്ത് കൂടെ കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തതയില്ല. കാരണം ശക്തമായ മഴയായിരുന്നു ആ സമയത്ത്. ആർക്കും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഇഷ്ടംപോലെ പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഇത്. അപ്പൊ അത്തരത്തിൽ ആരെങ്കിലും ഇതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി വ്യക്തത വരുത്തിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇന്ന് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഇവിടുന്ന് പഴയ കോളേജ് കെട്ടിടമാണിത്. ഇവിടുന്നാണ് വലിയ രീതിയിൽ ഈ മണ്ണ് ഇടിഞ്ഞ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും താഴെ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഈ ഗാർഡന് സമീപം വരെ മണ്ണെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വലിയ പാറക്കല്ലുകളാണ് ഈ മേഖലയിൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ലോറി ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ട് അപ്പുറയാണ് ഈ ലോറി വന്ന് പതിച്ചിരിക്കുന്നത്. ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറിന്റെ തല പാറക്കല്ലിൽ ഇടിച്ചു എന്നാണ്, ഇടിച്ച രീതിയിലായിരുന്നു ഇന്നലെ കിടന്നതെന്നാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് അധികാരികൾ പറയുന്നത്. ഏതായാലും പിന്നെ ഈ ഭാഗമെല്ലാം തന്നെ വ്യാപകമായ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വന്നപ്പോൾ തന്നെ ഒരു 3 തവണയെങ്കിലും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന് വേണം പറയാൻ. ഏതായാലും ആളുകൾ വലിയ രീതിയിലാണ്. മുൻപും 2018 സമാന രീതിയിൽ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. നിരവധി റോഡടക്കമുള്ള നിരവധി സ്ഥലങ്ങൾ ഇവിടുന്ന് പൊലിച്ചു പോയിരുന്നു. അന്നും ആളുകൾ വലിയ ഭയാശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്നും അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ്. അതിന്റെ ഒരു പകുതി ഒരു നേർക്കാഴ്ച പോലെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ്. ഈ ദൃശ്യങ്ങളിൽ അത്ര വ്യക്തമായില്ലെങ്കിലും വ്യാപകമായ മണ്ണിടിച്ചിലാണ്. നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടായെന്ന് വേണം പറയാൻ. ഏതായാലും ഫയർഫോഴ്സ് അധികാരികൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഭാഗം മണ്ണ് നീക്കി ഇനി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പരിശോധന കർശനമായി നടത്തേണ്ടിയിരിക്കുന്നു. ആളുകൾ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നു. ഇനി ആ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇന്ന് മണ്ണ് മാറ്റുന്ന പ്രക്രിയയിലേക്കും ഇനി കടക്കാൻ സാധിക്കുക.
തീർച്ചയായിട്ടും ബിനീഷ്, മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്നില്ലേ? അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഗതാഗതത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിലുള്ള യാത്രയടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം, ജലനിരപ്പ് ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പാമ്പള, കല്ലാർകുട്ടി അടക്കമുള്ള ഡാമുകൾ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെഡ് വർക്ക്സ് ഡാം ഇന്നലെ തുറന്നു കഴിഞ്ഞു. കാരണം പഴയ മൂന്നാർ തീരത്തുള്ള ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കൂടാതെ മാട്ടുപ്പെട്ടി ഡാമും പരമാവധി സംഭരണശേഷി എത്തി, റെഡ് അലർട്ടിലേക്ക് എത്തി. മാട്ടുപ്പെട്ടി ഡാമും ഏതു സമയം തുറക്കാം. മാട്ടുപ്പെട്ടി ഡാം തുറക്കുകയാണെങ്കിൽ തന്നെയും ഈ മുതിരപ്പുഴയിലെ വെള്ളം കൂടാനും പലപ്പോഴും മുതിരപ്പുഴയാറിന്റെ തീരത്ത് താമസിക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏതായാലും ഒരു മഴ ശമനം കുറവുണ്ടെങ്കിൽ തന്നെയും വിട്ടുവിട്ട് പെയ്യുന്ന മഴ ചിലപ്പോൾ അതിശക്തമായി തന്നെ പെയ്തിറങ്ങുന്നു. മണ്ണിടിച്ചിലുണ്ടാകുന്നു, മരം വീണ ഗതാഗത തടസ്സമുണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു ആദ്യമായി തന്നെ റീജിയണൽ ഓഫീസിന് സമീപം മണ്ണിടിച്ച് 4ഓളം വഴിയോര കടകൾ നശിക്കുന്നു. ഈ കടകളിലൊന്നും ഇന്നലെ ആളില്ലാത്തത് കൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയാണ് ആ പ്രദേശം. അവിടെ ഇന്നലെ ആളില്ലാത്തത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം ഈ ദേവികുളം റോഡിൽ 9 മണിക്ക് ശേഷമായിരിക്കും ഈ അപകടം ഉണ്ടായത്. ആദ്യം ചെറിയ മണ്ണിടിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലോറിയിലെ ഒരാൾ രക്ഷപ്പെട്ട് പുറത്തെത്തിയാണ് പുറം ലോകത്തേക്ക് അറിയിക്കുന്നത്, ഞങ്ങൾ വണ്ടിക്കടിയിലുണ്ട്, ഈ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെന്ന്. പിന്നീടാണ് ആളുകൾ ഈ വണ്ടിക്കായുള്ള തിരച്ചിൽ നടത്തിയത്. പിന്നീട് ഈ ഡ്രൈവറെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായാലും അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഗൈഡുമാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അധികാരികളും പ്രാദേശികമായ ഡ്രൈവർമാരെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഡ്രൈവറെ രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളൊരു സങ്കട വാർത്തയാണ് ഇന്നലെ നമുക്ക് പറയാൻ സാധിച്ചത്. അതായത് ഇന്നും ഈ മേഖലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇനിയും ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. വാഹനഗതാഗതം പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. മൂന്നാർ ദേവികുളം അടക്കമുള്ള മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇനി ഇതുവഴി ദേവികുളത്തേക്ക് പോകണമെങ്കിൽ മറ്റൊരു പാതയെ ആശ്രയിക്കേണ്ടി വരും. മറ്റൊരു കണ്ണന്തവൻ കമ്പനിയുടെ മറ്റൊരു പാതയുണ്ട്. ആ വഴി വേണം ഇനി ഇവർക്ക് മൂന്നാറിലേക്ക് ദേവികുളത്തേക്ക് പോകാനുള്ള ഒരു സഞ്ചാരപാത എന്ന് വേണ്ടി പറയേണ്ടിയിരിക്കും. ഇത് ഏതായാലും അല്പസമയത്തിനകം തന്നെ JCBയും ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര സാമഗ്രികളിലൂടെ എത്തി ഇനി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കൃത്യമായ ഒരു തെരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം പരിഗണിച്ച് തന്നെ അധികാരികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ മണ്ണ് മാറ്റി ഇവിടെയുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി ബിനേഷ്, ഇടുക്കി മൂന്നാർ ദേശീയപാതയിൽ ദേവികുളം